സ്വാഗതം. ആദ്യം തന്നെ ഗ്രീഷ്മയോടും നൗഷാലിനോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെയുണ്ട്, സുഖമാണോന്ന്. കഷായം ഗ്രീഷ്മ, മുഹമ്മദ് നൗഷാൽ. നൗഷാൽ തന്നെയാന്ന് തോന്നുന്നുണ്ട്, പേര് തെറ്റിയിട്ടില്ല. ഇതിനൊക്കെയാണ് വളർത്തു ദോഷം എന്ന് പറയുന്നത്. കാരണന്മാർ പറയില്ലേ അത് വളർത്തു ദോഷാണെന്ന്, അതാണിത്. ഇത്ര ബുദ്ധിയും ബോധവും വിവരം വിദ്യാഭ്യാസം ഉള്ള ഈ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്താൽ അത് പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചിട്ടാണോ? എന്തുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ? ഒരുത്തൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പൊട്ടികളായ പെണ്ണുങ്ങളെ, കൊച്ചു കുട്ടികളടക്കം വലിയ സ്ത്രീകളടക്കം എല്ലാവരെയും ഇവന്റെ വലയിൽ കുടുങ്ങുന്ന എല്ലാവരെയും എത്ര മാന്യമായിട്ടാ പറ്റിച്ചുകൊണ്ടിരുന്നേ. മുഹമ്മദ് നൗഷാൽ, നിനക്കറിയില്ലായിരുന്നോടാ പിടിക്കപ്പെടും എന്നുള്ള കാര്യം, ചെയ്യുന്നത് തെറ്റാണെന്നുള്ള കാര്യം? കുടുംബത്തിൽ നിന്ന് ഓരോന്ന് പഠിച്ചോണ്ട് ഇങ്ങോട്ട് ഇറങ്ങും. അതുപോലെ തന്നെ ഗ്രീഷ്മേ, മോളോട് ചോദിക്കട്ടെ, ഇത് തെറ്റാ ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ലേ കുട്ടിക്ക്? പാവം ഒരു മോനെ എത്ര സൂക്ഷ്മമായിട്ട് നീ സൂത്രത്തിൽ പറ്റിച്ച് അവനെ കൊന്നു. അതുപോലെ തന്നെ ഇതായിപ്പോൾ എറണാകുളത്ത് 3-4 പേരെ തലക്കിട്ട് വെട്ടി. എങ്ങനെ ജീവിക്കും? ആ കുടുംബത്തിന് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നറിയോ? അല്ലേ? ഭാവിയിലെ എന്തെല്ലാം പ്രതീക്ഷകളും മോഹങ്ങളും അവര് മെനഞ്ഞെടുത്തോണ്ട് വന്നിരുന്നു എന്നറിയോ? പാവ ഒരച്ഛനും അമ്മയും അവരുടെ മോളും മരുമോനും. എന്തെന്നാ ഇതിനൊക്കെ പറയാ? പേടിച്ച ജീവിച്ചിരുന്ന ചുറ്റുവട്ടത്തുള്ള ആളുകൾ ഒരു കള്ള സർട്ടിഫിക്കറ്റും തയ്യാറാക്കി. ഇവനെയൊക്കെ എന്ത് ചെയ്താ മതിയാകും? ഗ്രീഷ്മനെ പുറം ലോകം കാണിക്കരുതിനി. ഒരു മുഹമ്മദ് നൗഷാല്. നമ്മളൊക്കെ സൂക്ഷിച്ച് ജീവിച്ചോ, നമ്മുടെ ചുറ്റിനും ഉണ്ടാവും ഇതുപോലെയുള്ള ക്രിമിനലുകൾ. ചില പെൺകുട്ടികളും ഇതുപോലെയുള്ള ഗ്രീഷ്മ പറ്റിച്ച പോലെ തന്നെയാണ് നൗഷാലും. രണ്ടൊക്കെ ഒരേ ധ്രുവത്തിൽ, ഒരേ ഞാണുമേൽ, ഒരേ ത്രാസിൽ തൂക്കാൻ പറ്റാവുന്ന ആളുകളാണ്. എൻ്റെ പൊന്നേ, എന്തൊരു ലോകം എന്നാ പറയുന്നത് ദൈവമേ. പാവ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയില്ലേ? 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനി അവരുടെ ജീവിതം എന്താ? അവരാകെ തന്നെ മെന്റലി ഷോക്ക് കിട്ടി. ഇനി അങ്ങോട്ട് വളരുന്ന സാഹചര്യത്തിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഒരമ്മയും അച്ഛനൊക്കെ കെയർ ചെയ്യുന്ന പോലെ അവരെ ആര് കെയർ ചെയ്യും? അവർക്ക് ഇനി ആരുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ? ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? കഷ്ടം. ഈ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മാനമര്യാദയ്ക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിനൊക്കെ എങ്ങനെയാ ഒരു മാറ്റം വരിക? ആര് വിചാരിച്ചാലാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരിക? ഈ മയക്കുമരുന്ന് കൈകാര്യം ചെയ്യുന്നവരെ വളരെ അധികം നമ്മൾ സൂക്ഷിക്കണം. ഞാനിത് പറയുന്നത് കേൾക്കുന്ന സഹോദരങ്ങളോ അപ്പനോ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ, ഇങ്ങനെയൊക്കെ ഓരോരുത്തരും നിങ്ങളുടെ കുടുംബത്തുണ്ടെങ്കിലേ ഒന്ന് അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂ. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെന്ന്. അഴിച്ചു വിടല്ലേ. നാടിന് ഭീഷണിയായിട്ട് ഇങ്ങനെയൊന്നും കൊന്നു കളഞ്ഞാലും വേണ്ടില്ല. ഇപ്പൊ കണ്ടില്ലേ ഒരു കുടുംബത്ത് കയറിയിട്ട് ചെയ്ത അക്രമം? അവനവന്റെ കുടുംബത്തിൽ ഇതേപോലെ ഓരോ വിത്തുണ്ടെങ്കിൽ അവിടെ ഇല്ലാണ്ടാക്കിക്കോ, മരിച്ചുപോയി എന്നും അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല പിന്നെ ഇതിന് എന്തൊക്കെയാ പറയണേ? പാവം ഒരു കുടുംബത്ത് കയറിയിട്ട് 4 എണ്ണത്തിന്റെ തലക്കെട്ട് വെട്ടിയെന്ന്. ഒറ്റയ്ക്ക് നടക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അവരൊക്കെ മയക്കുമരുന്നിന് അടിമകളാവും. നിങ്ങളുടെ കുടുംബത്തോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സൂക്ഷിക്കുക. സൂക്ഷിച്ചാൽ മാത്രം പോരാ, അവരെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സാധാരണ ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ അവരെ മറ്റുള്ളവർ സഹായിക്കണം. അവർക്കറിയില്ല, അവരടിമപ്പെട്ടു പോയി. അവരുടെ മനസ്സ് ഭ്രാന്തമാണ്. അവരെന്താണ് ചിന്തിക്കുന്നത്, അവരെന്താണ് പറയണമെന്ന് അവർക്ക് തന്നെ വെളിവില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അവർ പെട്ടുപോയി.
അത് കിട്ടാതെ വന്നാൽ വയലൻ്റ് ആവും, കിട്ടിക്കഴിഞ്ഞാൽ അതിനേൽ അക്രമമാകും. അവരിങ്ങനെ അവരുടേതായ ഒരു ലോകത്താണ്. അതിൽ നിന്നും അവരെ മാറ്റി കൊണ്ടുവരാൻ ഇത് കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ, അവരുടെ സഹോദരങ്ങളുണ്ടെങ്കിൽ, അവരുടെ നല്ല ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അയൽവാസികളോ ആരെങ്കിലും ഒക്കെ തയ്യാറായിട്ട് മുന്നിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ ഏകാന്തമായിട്ട് നടക്കുന്ന, ജീവിക്കുന്ന, ഇരിക്കുന്ന അങ്ങനെയുള്ള ആളുകളെ ഒന്ന് കണ്ടെത്തുകയല്ല, നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളൂ കേട്ടോ. പാവങ്ങളായ ആളുകളെ ജീവിക്കാൻ അനുവദിക്കൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.